ചില ആളുകൾ പണമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആഗ്രഹിക്കുന്നത് പ്രശസ്തിയും പദവിയുമൊക്കെയാണ്. പ്രശസ്തമാകാൻ ഇപ്പോൾ അനവധി വഴികളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ശക്തമായ ഈ കാലഘട്ടത്തിൽ അതിനുള്ള വഴികൾ വളരെ എളുപ്പവുമാണ്. അതിന് സ്വയം കഴിയാത്തവരെ ആ വഴിയിലെത്തിച്ച് പ്രശസ്തരാക്കാൻ അനവധി വ്ളോഗർമാർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ തന്നെയുണ്ട്. രോഗികളെ പോലും അവർ വീഡിയോ എടുത്ത് വൈറലാക്കാറുണ്ട്. അവരുടെ വേദനകൾ കോടികൾ സമ്പാദിക്കുന്ന വരുമാന മാർഗമാക്കാറുമുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം പണമുള്ള ഒരു ബിസിനസ്സുകാരൻ, കോയമ്പത്തൂർ രാമനാഥപുരത്തെ വ്യവസായി ബാലകൃഷ്ണനാണ് ഈ പ്രശസ്തനായ വ്യവസായി. അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ പ്രശസ്തനാക്കി തരാം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കളൊരു നാട്ടുരാജാവാണല്ലോ, അതിനൊത്ത ആ ഒരു രൂപവും സാദൃശ്യവും ഒക്കെ തന്നെയാണ്, താങ്കളൊരു വലിയ വ്യവസായിയാണ്, താങ്കളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ പുലിനഖമാല താങ്കൾ വേട്ടയാടി പിടിച്ച പുലിയുടേതാണോ എന്നാണ് വ്ളോഗർ ചോദിക്കുന്നത്. തുടർന്ന് എങ്ങനെയെങ്കിലും പ്രശസ്തനാകാനും തൻ്റെ ആ ഒരു വലിയ പൊങ്ങച്ചം പുറത്തു കാണിക്കാനും ഒരുങ്ങിയ ബാലകൃഷ്ണൻ വാചാലനായി. ബാലകൃഷ്ണൻ പറഞ്ഞത് തങ്ങൾ വീരന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, തങ്ങൾ വീരന്മാരെല്ലാം ഇത്തരം പുലിനഖങ്ങൾ ധരിക്കാറുണ്ട്, ഇത് താൻ വേട്ടയാടി പിടിച്ചതല്ല, ആന്ധ്രയിൽ നിന്ന് താൻ പണം കൊടുത്ത് വാങ്ങിയതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് MGRൻ്റെ എല്ലാ ഹിറ്റ് ചിത്രങ്ങളുടെയും നിർമ്മാതാവായ സാൻഡോ ചിന്നപ്പ തേവർ തൻ്റെ മുത്തച്ഛനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂണ്ടു വിളയാടി വ്ളോഗറുടെ മുമ്പിൽ. വീഡിയോ അപ്ലോഡ് ആയതിന് പിന്നാലെ ഈ വീഡിയോ തമിഴ്നാട് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിലും പെട്ടു. പിന്നെ അധികം വൈകിയില്ല, കോയമ്പത്തൂർ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ രാത്രി തന്നെ ഈ ബാലകൃഷ്ണൻ്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തി. അവിടെ മാനിൻ്റെ കൊമ്പിൻ്റെ ചില കഷ്ണങ്ങൾ കൂടി പിടിച്ചെടുത്തതോടെ പ്രശസ്തനാകാൻ ശ്രമിച്ച ബിസിനസ്സുകാരൻ ബാലകൃഷ്ണൻ അകത്തായി. കൂടുതൽ വൈറലായത് ഈ വീഡിയോ ആണെന്ന് മാത്രം. ഏതായാലും ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷന് ഈ പുലിനഖവും മറ്റും അയച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പുലി മരിച്ചത് എന്നും ഈ പുലിനഖം എങ്ങനെയാണ് എത്തിയതെന്നൊക്കെയുള്ള കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും പരിശോധനാ ഫലത്തിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും എത്ര നാൾ കൂടി ബാലകൃഷ്ണൻ അകത്ത് കിടക്കുമെന്നുള്ളത്. മാനവും മര്യാദയ്ക്ക് നല്ല ബിസിനസ്സും ചെയ്ത് മുൻപോട്ട് പോയ മനുഷ്യനാണ്. ഏതായാലും ഇനി പുലിനഖം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇനി ഈ പുലിയെ കൊന്നിട്ടാണോ ഈ നഖം ശേഖരിച്ചത്, അതല്ല എങ്കിൽ എങ്ങനെ കടത്തിക്കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇനി നിറയും. ഏതായാലും ഒരു വീഡിയോ കൊണ്ട് വൈറലാകാൻ ശ്രമിച്ച ബാലകൃഷ്ണന് ഇനി വരും നാളുകളിലൊക്കെ തിളങ്ങി നിൽക്കാൻ കഴിയും, പ്രശസ്തനായി മാറുകയാണ്. അതുകൊണ്ട് തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തലങ്ങും വിലങ്ങും പായുന്ന ഈ കാലഘട്ടത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.